യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ രാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ വചനം വായിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാനും ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദിനം കർത്താവിൻ്റെ മുന്നിൽ ചിലവഴിക്കുവാനും ദൈവം നമുക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. അത് പകൽ തണൽ നൽകും, കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. അതേ വാഗ്ദാനം ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന, ഈ വചനം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന എല്ലാ മക്കളുടെ മേലും ആ വാഗ്ദാനം ഇന്ന് നിറവേറുകയാണ്. ദൈവമായ കർത്താവ് പറയുകയാണ്, എൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും. നമ്മൾക്ക് ഒരു ദ്രോഹവും ഒരു ഉപദ്രവവും ഏൽക്കാത്ത വിധം സുരക്ഷിതരായി നമ്മളെ കർത്താവ് പരിപാലിക്കും. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. എത്ര വലിയ വെയിലാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ എങ്കിൽ പോലും ആ ദൈവം നിനക്ക് തണൽ നൽകും. നീ മരുഭൂമിയിലൂടെ ആണ് കടന്നു പോകുന്നതെങ്കിൽ, നിൻ്റെ അവസ്ഥ മരുഭൂമി പോലുള്ളതാണ് നിൻ്റെ അവസ്ഥയെങ്കിൽ, അത് ഒന്നും നിന്നെ ലവലേശം ആകുലപ്പെടുത്തുകയില്ല. കാരണം ആ മരുഭൂമിയിലും നിനക്ക് തണൽ നൽകിക്കൊണ്ട് ദൈവമായ കർത്താവ് നിൻ്റെ തലയ്ക്ക് മുകളിലുണ്ട്. എത്ര വലിയ ശക്തമായ കാറ്റടിച്ചാലും മഴ പെയ്താലും നിനക്ക് ഒരു സുരക്ഷിത കവചം പോലെ ആ കർത്താവിൻ്റെ മഹത്വമുണ്ടാവും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട പോലെ നിൽക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെ മേലും കർത്താവിൻ്റെ മഹത്വം ഇന്നേ ദിവസം ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ആ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവം അവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.